കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഇനിയെങ്കിലും പാലിക്കാൻ കഴിയാത്ത വാക്കുകൾ കൊടുക്കാൻ പോകരുത്. ഇതും കൂടെ ഒന്ന് ഓർമ്മിപ്പിക്കാനാ ഞാനിപ്പോ വന്നത്. പോട്ടെ, കാണാം. രാജീവിന്റെ ജീവൻ ഇല്ലാതായതിൽ എനിക്ക് ദുഃഖമുണ്ട്. വാക്ക് പാലിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. പക്ഷേ അവന്റെ ആത്മാവിന് മോക്ഷം കിട്ടാൻ നിന്റെ ജീവൻ കൊണ്ട് ബലിയിടണമെങ്കിൽ ഞാനത് ചെയ്തിരിക്കും. ഇത് നീ ഒന്ന് മനസ്സിൽ കുറിച്ചു വെച്ചോ. അമ്മേ, ഞങ്ങൾക്ക് ഡി കെയോട് ഒരു കാര്യം പറയാനുണ്ട്. ഞാനിന്ന് അഡ്വക്കേറ്റ് ഗൗരി നന്ദയെ വിളിച്ചിരുന്നു. അവരോട് മായച്ചി കാര്യങ്ങളൊക്കെ പറഞ്ഞു. നാളെ രാവിലെ തന്നെ ഇങ്ങോട്ട് വരാമെന്നാണ് വക്കീൽ പറഞ്ഞത്. കാര്യങ്ങളൊക്കെ തീരുമാനിച്ച സ്ഥിതിക്ക് ഇനിയും വെച്ച് താമസിപ്പിക്കുന്നത് ശരിയല്ലല്ലോ ഡി കെ. ഞങ്ങൾ ജ്യോതിയായിട്ട് സംസാരിച്ചു. ജ്യോതിക്കും എത്രയും പെട്ടെന്ന് ഡിവോഴ്സ് പെറ്റീഷൻ കൊടുക്കണമെന്ന് തന്നെ ആഗ്രഹം. ജ്യോതിക്ക് ആരോടും പിണക്കവും പരിഭവവും ഒന്നുമില്ല. ഞങ്ങള് തമ്മിലുള്ള പിണക്കവും ദേഷ്യമൊക്കെ പറഞ്ഞു തീർത്തു ഡി കെ. ഞങ്ങള് തമ്മിലിപ്പോ ഒരു വഴക്കുമില്ല. അപ്പോ നാളെ രാവിലെ വക്കീലിനോട് വരാൻ പറയട്ടെ? ശരി, വരാൻ പറഞ്ഞോളൂ. ഡി കെ, ഒരു കാര്യം കൂടിയുണ്ട്. ജ്യോതി ഇത്രയും നാള് ഞങ്ങൾക്കൊപ്പം അമരാവതിയിൽ ഉണ്ടായിരുന്നതല്ലേ. ചിലപ്പോഴൊക്കെ ഞങ്ങൾ വഴക്കിട്ടിട്ടുണ്ട്, പരസ്പരം ദേഷ്യപ്പെട്ടിട്ടുണ്ട്. പിരിഞ്ഞു പോകുമ്പോ സന്തോഷത്തോടുകൂടി പിരിഞ്ഞു പോകുന്നതല്ലേ നല്ലത്. ആരുടെയും മനസ്സിൽ ഒരു കറയും ബാക്കി വെക്കരുതല്ലോ. അതുകൊണ്ട് നാളെ വൈകിട്ട് ഞങ്ങൾ ജ്യോതിക്കൊരു പാർട്ടി കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. പാർട്ടിയോ? അതെ ഡി കെ. ഇവിടെ വെച്ച് സന്തോഷത്തോടു കൂടി നമ്മൾ എല്ലാവരും ഒന്നിരിക്കുന്നു. നമുക്കാർക്കും ജ്യോതിയോട് ഒരു ദേഷ്യവും വിരോധവും ഇല്ലെന്ന് അവൾക്കറിയാം. ഈ പാർട്ടിയുടെ കാര്യം ഞങ്ങൾ അവളോട് പറഞ്ഞിട്ടുണ്ട്. അവൾക്ക് സന്തോഷോ. ഫുഡ് ഹോട്ടലിൽ നിന്ന് കൊണ്ടുവരാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അല്ല, ഡി കെ ഒന്നും പറഞ്ഞില്ല.
നിങ്ങളൊക്കെ പറഞ്ഞു തന്നെ ശരി. ഒരു ബന്ധം അവസാനിച്ചു പോകുമ്പോൾ വഴക്കിട്ടും ചീത്ത പറഞ്ഞും പിരിയുന്നതിനേക്കാൾ സന്തോഷത്തോടെ പിരിയുന്ന നല്ലത്. പക്ഷേ നിങ്ങളുടെ ഈ സന്തോഷം അത് ആത്മാർത്ഥമായിട്ടാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഒരു പകതീർക്കലിന്റെ സുഖവും സന്തോഷവും ഉണ്ട് നിങ്ങളുടെ വാക്കുകളിൽ. ഒരിക്കലല്ല DK, ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് തന്നെ പറഞ്ഞതാ. ജ്യോതിയുമായിട്ട് ഞങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിരുന്ന ശത്രുത വെച്ച് നോക്കുമ്പോ DK അങ്ങനെ സംശയിച്ചതിൽ ഒരു തെറ്റുമില്ല. പക്ഷെ ഇപ്പൊ ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് തന്നെയാ പറയുന്നത്. ജ്യോതി ഇവിടെ നിന്ന് പോകുന്നത് സന്തോഷത്തോടെ തന്നെ ആയിരിക്കണം. അതിനുവേണ്ടിയാ ഞങ്ങൾ ഇങ്ങനെ ഒരു പാർട്ടി അറേഞ്ച് ചെയ്തത്. DK ഇതിന് സമ്മതിക്കണം. ഒരു രണ്ടാം വിവാഹത്തിന് എന്നെ കൊണ്ട് തീരുമാനം അടുപ്പിച്ചതും ഇതേപോലൊരു സന്തോഷത്തിന് വേണ്ടിയായിരുന്നല്ലോ. അതൊന്നും വേണ്ടെന്ന് ഞാൻ ആവർത്തിച്ച് പറഞ്ഞിട്ടും നിങ്ങൾ ആരും കേട്ടില്ല. ഒടുവിൽ അത് ഇങ്ങനെയായി തീർന്നു. അതുകൊണ്ട് ഇപ്പോഴത്തെ ഞങ്ങളുടെ ഈ വേർപിരിയലും നിങ്ങളുടെയൊക്കെ സന്തോഷത്തിന് വേണ്ടി തന്നെ ആവട്ടെ. എല്ലാം നിങ്ങളുടെ ഇഷ്ടം പോലെ തന്നെ ചെയ്തോളൂ. DK, ഇതെന്താ ഡ്രസ്സൊന്നും മാറാതിരിക്കുന്നെ? വക്കീലെന്നാ വരുമെന്ന് പറഞ്ഞേ? വരും. എന്ത് അസംബന്ധം അവളീ കാണിക്കുന്നത്? ആരോടുള്ള വാശി തീർക്കാനാ അവൾ അവിടെ നിന്ന് പോരാൻ തീരുമാനിച്ചത്? പത്മാവതി അമ്മ അത് പറഞ്ഞപ്പോ എന്റെ ചങ്ക് തകർന്നുപോയി. എത്ര കാലം വേണമെങ്കിലും അവിടെ ജീവിക്കാന്ന് DK അവൾക്ക് വാക്ക് കൊടുത്തതല്ലേ? പിന്നെന്തിനാ എല്ലാം അവസാനിപ്പിച്ച് അവളിപ്പോ ഇങ്ങോട്ട് വരുന്നത്? പ്രിയയുടെ കല്യാണം നടക്കാഞ്ഞിട്ടാണോ? അതിപ്പോ നാളെ ആയാലും നടക്കുമല്ലോ. ചേച്ചി ഏട്ടനും തമ്മില് നല്ല സ്നേഹത്തിൽ വന്നതാ. അതിനിടയ്ക്ക് ഇപ്പൊ എന്ത് സംഭവിച്ചെന്ന് എനിക്ക് മനസ്സിലാവാത്ത. അച്ഛാ, അച്ഛൻ നാളെ രാവിലെ അമരാവതിയിൽ ഒന്ന് പോണം. ചേച്ചിയെ കണ്ട് സംസാരിക്കണം. ഒരു കാരണവശാലും ചേച്ചി അവിടെ നിന്ന് തിരിച്ചു പോരാൻ അനുവദിക്കരുത്. അച്ഛന് പോയല്ലേ പറ്റൂ. മക്കൾക്ക് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്ന് ജന്മം തീരുന്ന അച്ഛനമ്മമാരാ എന്നെ പോലെ അധികവും. എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ച് അവർ സന്തോഷത്തോടെ കഴിയുമെന്ന് കരുതിയതാ. എന്നിട്ടിപ്പോ എന്തിനു വേണ്ടിയാ? അത് അവക്കല്ലേ അറിയാവുള്ളൂ. അല്ലെങ്കിലും അവളിങ്ങനെ ഓരോ തീരുമാനം എടുക്കുന്നത് ആരോടെങ്കിലും ചോദിച്ചിട്ടാണോ?
എങ്ങനെയെങ്കിലും അവിടെ നിന്നൊരു ജീവിതം ഉണ്ടാക്കാൻ നോക്കുന്നതിന് പകരം എല്ലാം ഇട്ടെറിഞ്ഞ് ഇങ്ങോട്ട് വരാൻ നോക്കുന്നു. ഇതിനെ അഹങ്കാരം എന്നാ പറയുന്നത്. അതെ, നാളെ അമരാവതി ചെന്ന് നിങ്ങൾ അവളോട് സംസാരിക്ക്. അവിടെ നിൽക്കാൻ അവളെ കൊണ്ട് സമ്മതിപ്പിച്ചിട്ടേ നിങ്ങൾ തിരിച്ചു വരാവൂ. അവളോട് മാത്രമല്ല, DKയോട് ഞാൻ സംസാരിക്കാം. എന്താ സംഭവിച്ചെന്നറിയണമല്ലോ. ഇനി പറയുന്ന അനുസരിക്കാതെ തിരിച്ചു വരാൻ തന്നെയാണ് അവൾ തീരുമാനിക്കുന്നെങ്കിൽ പിന്നെ ഈ അച്ഛനെ അവൾ ജീവനോടെ കാണില്ല. ഏട്ടത്തിയെന്ന് നിങ്ങൾ ആരും കേൾക്കാൻ ഞാൻ വിളിച്ചിട്ടില്ല, അത് ശരിയാ. പക്ഷെ മനസ്സുകൊണ്ട് 1000 വട്ടം ഞാൻ അങ്ങനെ വിളിച്ചിട്ടുണ്ട്. ഈ പാദത്തിൽ നമസ്കരിച്ചിട്ടുണ്ട്. ഇതെന്റെ വെറും ഏട്ടത്തിയല്ല, ഏട്ടത്തി അമ്മയാ, ഏട്ടത്തി അമ്മ. മോനെ, അമ്മേ, അമ്മ പറഞ്ഞ എന്തു അനുസരിക്കുന്ന ഏട്ടൻ ഇത് മാത്രം എന്താ അനുസരിക്കാത്തത്? നാളെ രാവിലെ വക്കീല് വരും ഡൈവേഴ്സിന്റെ പെറ്റീഷൻ സൈൻ ചെയ്യിപ്പിക്കാൻ. വൈകുന്നേരം മക്കളും മരുമക്കളും ഒക്കെ ചേർന്ന് ജ്യോതിക്ക് ഒരു പാർട്ടി കൊടുക്കുന്നുണ്ടെന്നോ പോലും. ഫെയർവെൽ പാർട്ടി കൊടുത്ത് പിരിച്ചുവിടാൻ ഇതെന്താ സർക്കാർ സർവീസാണോ? ഈ തവളെടുത്ത തീരുമാനമായിപ്പോയി. അല്ലെങ്കിൽ ആരൊക്കെ എതിർത്താലും അവള് പോകാൻ ഞാൻ സമ്മതിക്കില്ലായിരുന്നു. അമ്മേ, ബുദ്ധിപൂർവം മക്കളും മരുമക്കളും ചേർന്ന് ഒരുക്കിയ ഒരു കളിയാ ഇവിടെ നടന്ന വഴക്കുകളെല്ലാം. അതിലേട്ടൻ വീണുപോയി. അമ്മയോടുള്ള സ്നേഹത്തിന് മുന്നിൽ ഏട്ടനെല്ലാം മറക്കുമെന്ന് അവർക്കറിയാം. അതുകൊണ്ടാ ഏട്ടന്റെ മുന്നിൽ വെച്ച് ബാലു അമ്മയോട് കൈ ചൂണ്ടി സംസാരിച്ചത്. അവർക്കറിയാം ആ നിമിഷം ഏട്ടൻ അവനെ തല്ലുവെന്ന്. അത് തന്നെ സംഭവിച്ചു. പാവ ഏട്ടത്തി കരുതി ഈ വഴക്കെല്ലാം ഏട്ടത്തി കാരണമാണെന്ന്. ഇത് വെറും തന്ത്രമല്ല, കുതന്ത്രമാ. നിരപരാധിയെ അപരാധിയാക്കുന്ന കുതന്ത്രം. അവളിവിടുന്ന് പോയാ എന്റെ മോൻ പിന്നെയും ഒറ്റയ്ക്കാവും. വഴക്കിടാനും ബഹളം വയ്ക്കാനും വൈഫിന്റെ സ്ഥാനത്ത് അവനിപ്പോ ഡോട്ടർ ബേട്ടിയുണ്ട്. ഡാർക്കായി കിടന്ന അവന്റെ ലൈഫിൽ ലൈറ്റ് വന്നത് അവൾ ഈ വീട്ടിൽ വന്നതിന് ശേഷമാ. ഏട്ടത്തിയോട് അമ്മ സംസാരിച്ചില്ലേ? സംസാരിച്ചു. പക്ഷെ അവള് സമ്മതിക്കുന്നില്ല. അമ്മേ, എന്ത് ചെയ്തിട്ടാണെങ്കിലും വേണ്ടില്ല, ഏട്ടത്തി ഇവിടുന്ന് പോകാൻ പാടില്ല. നാളെ വക്കീൽ വരും മുമ്പ് അമ്മയൊരു തീരുമാനം എടുത്തേ പറ്റൂ. വക്കീൽ വരട്ടെ.
നമ്മുടെ മോള് നമ്മളെ വീണ്ടും തോൽപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുക. എന്തിനാ അവൾ ഇപ്പോഴിങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്ന? അവളുടെ കാര്യത്തിൽ എല്ലാം ഒരു കരയ്ക്ക് എത്തിയെന്ന് കരുതിയിരുന്നതാ. അപ്പോഴാ വീണ്ടും ഇങ്ങനെ ആലോചിക്കാതെ ഓരോ തീരുമാനങ്ങൾ എടുത്താല് അവളുടെ ഭാവി എന്താകും? ആ വീട്ടിൽ എന്ത് പ്രശ്നം വേണേലും ഉണ്ടായിക്കോട്ടെ, അതിലൊക്കെ സ്വന്തം ജീവിതം എടുത്തു കളഞ്ഞ് മറുപടി പറയാനാണോ നിന്റെ മോളുടെ ഭാവം? അവൾ അവിടെ നിന്ന് പോന്ന അവിടുത്തെ എല്ലാ പ്രശ്നങ്ങളും തീരുവോ? ഭാര്യയും ഭർത്താവും തമ്മിലുള്ള അകൽച്ച പതിയെ പതിയെ കുറഞ്ഞു വന്നതാ. അധികം താമസിയാതെ DK അവളെ സ്നേഹിച്ചേനെ. ഉള്ളിൽ അയാൾക്ക് ഇപ്പോഴും സ്നേഹമുണ്ട്, അത് പ്രകടിപ്പിക്കുന്നില്ലെന്നേ ഉള്ളൂ. നമ്മുടെ മോൾ അത് മനസ്സിലാക്കണ്ടേ? ജീവനോടെ ഇല്ലെങ്കിലും നിന്റെ ആത്മാവ് അവളുടെ കൂടെ ഉണ്ടല്ലോ. എങ്ങനെയെങ്കിലും നീ അവളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി. സ്വന്തം അമ്മ സ്വപ്നത്തിൽ വന്ന് പറഞ്ഞാലെങ്കിലും അവള് തീരുമാനം മാറ്റിയാലോ? ദേ, നിന്നോടല്ലാതെ ആരോടാ ഞാൻ ഈ കാര്യമൊന്ന് പറയുക? നാളെ വക്കീൽ വരും, ഡിവോഴ്സ് പെറ്റീഷൻ തയ്യാറാക്കും. അതിനു മുമ്പ് നീ അവളുടെ മനസ്സ് മാറ്റണം. മാറ്റിയേ പറ്റൂ. നീ പറഞ്ഞാൽ അവള് കേൾക്കും. പറയണം. നീ എന്താ ഇവിടെ ആലോചിച്ചിരിക്കുന്നെ? എന്താ കഴിക്കാൻ എന്തെങ്കിലും വേണോ? വേണ്ട. ഞങ്ങളോട് പഴയ വിരോധമൊന്നും ഉള്ളി വെച്ചേക്കല്ലേ ജ്യോതി. ഇനി അങ്ങോട്ട് നമ്മൾ നല്ല ഫ്രണ്ട്സ് ആയിരിക്കും. അമരാവതിയിൽ നിന്ന് പോയാലും നിന്റെ എന്ത് കാര്യത്തിനും ഞങ്ങൾ കൂടെ ഉണ്ടാവും. നിങ്ങളുടെ നല്ല മനസ്സിന് ഒരുപാട് നന്ദിയുണ്ട്. ഞാൻ പോയാലും നിങ്ങൾ തമ്മിലുള്ള സ്നേഹവും സന്തോഷവും എന്നും ഇതുപോലെ നിലനിൽക്കണം. എനിക്കത്ര വേണ്ടു. ഞങ്ങൾക്ക് നിന്നോട് ഒരു പിണക്കമില്ല ജ്യോതി. സത്യത്തില് DKയുടെ ഭാഗത്താ തെറ്റ്. DK നിന്നെ ചേർത്ത് നിർത്തി ജ്യോതിയെ ഞാൻ ഭാര്യയായി അംഗീകരിച്ചിരിക്കുന്നു എന്നൊരു വാക്ക് പറഞ്ഞാ മതി. ഇവിടെ ആരും നിന്നോട് ഒരു എതിർപ്പും പറയില്ലായിരുന്നു. അത് പറയാത്തോണ്ട് സംഭവിച്ചു പോയതല്ലേ എല്ലാം. സോറി ജ്യോതി. അത് സാരമില്ല. എന്തായാലും ജ്യോതി ഇവിടുന്ന് തിരിച്ചു പോകാൻ തീരുമാനിച്ചല്ലോ. നിനക്ക് ഞങ്ങളൊരു ഉഗ്രൻ ഫെയർവെൽ പാർട്ടി തരുന്നുണ്ട്. ഇത്രയും നാള് ഞങ്ങൾ നിന്നോട് കാണിച്ചതിനും പറഞ്ഞതിനുമുള്ള ഒരു പരിഹാരമായിട്ട് കരുതിയാ മതി. എനിക്കിപ്പോ സന്തോഷമായി. നിങ്ങൾ എനിക്ക് നല്ലൊരു യാത്രയപ്പ് നൽകാൻ തീരുമാനിച്ചല്ലോ. താങ്ക്സ്. ഇവിടുന്ന് പോകുന്നതിൽ നിനക്ക് വിഷമമുണ്ടോ? ഇത് ഞാൻ ഏറ്റെടുത്ത തീരുമാനമല്ലേ, പിന്നെന്തിനാ ഞാൻ വിഷമിക്കുന്നത്? പക്ഷെ ഞാൻ ഇവിടുന്ന് പോകുന്നതില് നിങ്ങൾക്ക് നല്ല വിഷമമുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ എന്ത് ചെയ്യാനാ, പോകാതെ നിവർത്തിയില്ലല്ലോ. പാവം ബാലുവിനൊരു അടി കിട്ടിയെങ്കിൽ എന്താ?
ഇപ്പൊ കാര്യങ്ങൾ ക്ലിയർ ആയില്ലേ? ഇത്ര വേഗം എല്ലാം ഇങ്ങനെ അവസാനിക്കുമെന്ന് ഞാനും കരുതിയില്ല. അങ്ങനെ DKയുടെ ജീവിതത്തിൽ നിന്ന് ജ്യോതി ഔട്ട്. അവൾക്ക് നമ്മൾ കൊടുക്കുന്ന പാർട്ടി ഗംഭീരമാവണം.